നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട ഫ്രൈ ആയാലോ? സ്നാക്കായിട്ടും അപ്പത്തിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ചോറിന്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം. എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ? അതിനായിട്ട് ഞാൻ 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ടേ. ഞാനിതിപ്പോൾ കുക്കറിലാട്ടോ വേവിക്കാൻ വെക്കുന്നത്. അതിലേക്ക് ഉപ്പും ഞാൻ ഒരു നുള്ളു വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് വിസിലടുപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ 2 വിസിലാണ് അടുപ്പിച്ചെടുക്കുന്നത് കേട്ടോ. അല്ലാതെ പുഴുങ്ങിയെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതുപോലെ നമ്മുടെ മുട്ടയൊന്ന് പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നോർമൽ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ വെച്ചേക്കുന്ന മുട്ട ഇതുപോലെ ഒന്ന് ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുട്ട പൊട്ടിപ്പോവാതെ ഇട്ടു കേട്ടോ. അതിനുശേഷം നമുക്കിത് തണുത്ത വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എളുപ്പം തന്നെ നമ്മുടെ മുട്ടയൊന്ന് ഇതുപോലെ ഒന്ന് നമുക്ക് തൊലി പൊളിച്ച് എടുക്കാൻ പറ്റും. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിൽ ചെറുതായിട്ടോ അല്ലെങ്കിൽ രണ്ടായിട്ടോ ഒക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് ഞാൻ മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ചതച്ച നമ്മുടെ ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തത് മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു നുള്ള് കുരുമുളക് പൊടിയാണ് കേട്ടോ. ഈ സമയത്ത് നമുക്ക് പെരുംജീരകത്തിന്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ മുട്ട ഈ മസാലക്കൂട്ടിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം. ഒരു സൈഡ് നല്ലപോലെ ഒന്ന് സെറ്റ് ആവുന്നതിന് ശേഷം നമുക്ക് മുട്ടയൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഞാനിത് നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ മുരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. നല്ല ചൂട് ചായയുടെ കൂടെയൊക്കെ നല്ല സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്. അതുപോലെ തന്നെ ചോറിന്റെ കൂടെയോ ദോശ, അപ്പം, ചപ്പാത്തി എന്തിന്റെ കൂടെയും പോകുന്ന ഒരു അടിപൊളി മുട്ട ഫ്രൈ ഇതാ തയ്യാറായിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണൂലേ? അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ? അപ്പൊ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.